എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കാറ്ററ്റിൻ്റെ സൈക്കോളജിയിലെ ഒരു ഫൈനൽ റിവിഷനായിട്ടാണ് ഞാൻ വന്നുള്ളത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട DL ടെസ്റ്റിൻ്റെ ആണത്. DLD ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ. ആത്മനിഷ്ഠാരീതി. ഇൻട്രോസ്പെക്ഷൻ എന്നതിൽ 2 വാക്കുകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇൻട്ര അഥവാ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ അഥവാ പരിശോധന. സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇതിൽ പ്രാധാന്യം. ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസികാവസ്ഥകളെയും പ്രക്രിയകളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ്. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വില്യം വൂണ്ട്, ടിച്ച്നർ എന്നിവരാണ് ഈ രീതിയുടെ പ്രമുഖ വക്താക്കൾ. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചതും വൂണ്ടാണ്. ഈ രീതിയെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ടിച്ച്നറുടെ സ്വാധീനത്താലാണ്. രണ്ടാമത്തത് നിരീക്ഷണ രീതി. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണിത്. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണിത്. ആധുനിക കാലത്ത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒട്ടേറെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലഭ്യമാണ്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അത് പരോക്ഷ നിരീക്ഷണവും, നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്നു നിരീക്ഷിക്കുമ്പോൾ അത് ഭാഗഭാഗിത്വ നിരീക്ഷണവുമാകുന്നു. അടുത്തത് പരീക്ഷണ രീതി. പരീക്ഷണ രീതിയിലാണ് മെയിനായിട്ട് വരുന്ന സംഭവം. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ 1879 വില്യം വൂണ്ട് സ്ഥാപിച്ചു. ഇനി അഭിമുഖം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2 അതിലധികമോ വ്യക്തികൾ തമ്മിൽ മുഖാമുഖം നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. സുഖണ്ഡിതമല്ലാത്തത്. സർവേ രീതി. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ ഈ രീതി സഹായകരമാണ്. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാം. ക്ലിനിക്കൽ മെത്തേഡ്. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ് ഇത് അധികവും ഉപയോഗിക്കുക. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ അബ്നോർമൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങളിൽ പരിഹരിക്കുന്നു. ലെറ്റ്നർ വിമറാണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് ഫ്രോയിഡ്, ആഡ്ലർ, യൂങ് എന്നിവർ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെറ്റ്നർ വിമർ. പിന്നീടാണ് ഫ്രോയിഡും ആഡ്ലറും യൂങ്ങും ഇത് ഉപയോഗിച്ചിരുന്നു. സാമൂഹ്യബന്ധ പരിശോധന. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളോടുള്ള സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ജെയൽ മൊറീനോ വികസിപ്പിച്ച സാമൂഹ്യബന്ധ പരിശോധന. അപ്പോൾ സാമൂഹ്യബന്ധ പരിശോധന സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ജെയൽ മൊറീനോ ആണ് എൻ്റെ വക്താവ്. 1 കിട്ടിയാൽ 1 ഏകാഗി, 2 ദ്വന്ദ്ങ്ങൾ, 3 ക്ലിക്കുകൾ, 4 ഗ്യാങ്ങുകൾ, അങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. പ്രക്ഷേപണ രീതി. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതികൾ ഉപയോഗപ്പെടുത്തുന്നത്. റോഷ-മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചര്യത്വ പരീക്ഷ, വാക്യപൂരണ പരീക്ഷ തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. അടുത്തായിട്ട് സഞ്ചിതരേഖ. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായ ചിത്രം പ്രദാനം ചെയ്യുന്ന റെക്കോർഡായി സഞ്ചിതരേഖയെ ഉപയോഗിക്കാം. അടുത്തത് ഉപാഖ്യാന രേഖ. കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഉപാഖ്യാന റെക്കോർഡുകൾ ഉപകരിക്കുന്നു. ആകസ്മികമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് വ്യക്തിയുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഈ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്.
അടുത്തത് ചോദ്യാവലി, പിന്നെ റേറ്റിംഗ് സ്കെയിൽ. ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് ഇതിലുള്ളത്. ചെക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത് എത്ര തീവ്രതയിലും അളവിലുണ്ടെന്നുള്ളത് ഒരു പ്രാവശ്യം കേട്ടതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണത്. ഇനി അടുത്ത കേസ് സ്റ്റഡി. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ നാനാവിധത്തിലുള്ള ലഭ്യമായ വസ്തുവിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണിത്. ഇതിൽ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറി. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ്. സ്റ്റീഫൻ എം കോറിയാണ് ഇതിൻ്റെ ആവിഷ്കർത്താവ്. ഇനി അടുത്ത ശൈശവത്തിന് പ്രാഗ്ജന്മഘട്ടം ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെ. ബീജാങ്കുരണ ഘട്ടം ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ. ഭ്രൂണഘട്ടം 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ. ഗർഭഘട്ടം 10 ആഴ്ച മുതൽ ജനനം വരെ. ജനനാന്തരഘട്ടം ജനനം മുതൽ 12 വർഷം വരെ. ശൈശവം ജനനം മുതൽ 2-3 വർഷം വരെ. ആദ്യബാല്യം 3 മുതൽ 6 വയസ്സുവരെ. മധ്യബാല്യം 6 മുതൽ 9 വയസ്സുവരെ. അന്ത്യബാല്യം 9 മുതൽ 12 വയസ്സുവരെ. കൗമാരം 12 മുതൽ 18-20 വയസ്സുവരെ. യൗവനം 20 മുതൽ 50 വയസ്സുവരെ. വാർദ്ധക്യം 50 വയസ്സിന് ശേഷം.